ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു അടിപൊളി 2 റെസിപ്പീസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒന്ന് സാൻഡ്വിച്ചും ചിക്കൻ സാൻഡ്വിച്ചാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഫലൂദ മിക്സ് വെച്ചിട്ട് ഒരു അടിപൊളി ഫലൂദയുടെ റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഞാനിവിടെ മാംഗോൻ്റെ ഫ്ലേവർ ഫലൂദ മിക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് 200 ഗ്രാമിൻ്റെതാണ് കേട്ടോ. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫലൂദ മിക്സ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ, കട്ടകളൊന്നും ഇല്ലാതെ. അതിന് ശേഷം മാത്രം അടുപ്പിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറണ്ടിൻ്റെ അടുപ്പിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടിക്ക് പിടിക്കാതെ നോക്കണം കേട്ടോ. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് തിക്കാനനുസരിച്ച് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ശ്രദ്ധിച്ച് ചെയ്യാം. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വേമിസെല്ലൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം കേട്ടോ. ഞാനിവിടെ ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടിക്ക് പിടിക്കണ്ടെന്ന് കരുതിയിട്ട് ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിക്കായി വരണം. അതുവരെ ഒക്കെ വേമിസെല്ലം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ അവിടെ ഇത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കായ അടയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. പിന്നെ നമ്മുടെ സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഇവിടെ ഫ്രൈ ആവുന്നുണ്ട്. ബിരിയാണിയും കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിനും കൂടി ആവശ്യമായിട്ടുള്ള ചിക്കനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഓറഞ്ച് പോളയാണ് കേട്ടോ. ഓറഞ്ച് പോളയുടെ റെസിപ്പി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ കുറച്ച് ക്യാബേജും കുറച്ച് സവാളയും എടുത്തിട്ടുണ്ട് കേട്ടോ. സവാള ഒന്ന് ചെറുത് മതി കേട്ടോ. സവാള പച്ച ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ഒഴിവാക്കാം കേട്ടോ, സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒറിഗാനോ കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ചിക്കൻ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് പേസ്റ്റും കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പോലെ ഉണ്ടാവും, അത്ര മതി കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാന്നുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഇത് ഞാനിവിടെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒന്ന് കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 ബ്രെഡിനും അങ്ങനെ തന്നെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. എന്നിട്ട് എല്ലാ വശത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ മസാല ഇട്ട് കൊടുക്കാം. മസാല ഇടുമ്പോൾ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് കേട്ടോ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. ഇത് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടി ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ സ്ലൈസ്ഡ് ചീസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം ഒന്ന്. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 ഭാഗം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ മതി കേട്ടോ. ഒരുപാട് അങ്ങ് കരിച്ചെടുക്കണ്ട കേട്ടോ. നമ്മുടെ ചീസ് ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് മെൽട്ടായി വന്നാൽ മാത്രം മതി. ഒരുപാടങ്ങ് മെൽട്ടാവണ്ട. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ കഴിക്കാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇന്ന് ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത് പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫലൂദ നല്ലപോലെ ചൂടൊക്കെ ആറി നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങ കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ ഫ്ലേവർ ആയതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ മറന്നുപോയി. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മാംഗോ ഫ്ലേവർ ഐസ്ക്രീം തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 2 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. വാനില ഫ്ലേവർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ചുകൂടി നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫലൂദയും സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.